നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The square of a term in arithmetic sequence 258 is 2500. What is its position? 258 എന്ന് തുടരുന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗ്ഗമാണ് 2500? അപ്പോ ഇവിടെ എത്രാമത്തെ പദം തന്നിട്ടില്ല. അപ്പൊ എത്രാമത്തെ പദം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? nth ടേം കാണണം. ഈ സീക്വൻസിലെ ഏതോ ഒരു പദത്തിന്റെ സ്ക്വയർ ആണ് 2500. ആ പദത്തിന്റെ സ്ഥാനത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ nth ടേം കാണണ്ടേ, അൽജിബ്ര കാണണ്ടേ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ അൽജിബ്രായിക് ഫോം കാണണം. an + b. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാ? 3 ആണ്. അപ്പൊ 3n എന്ന് വരും. ഇനി n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടണം. ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക. അപ്പൊ 3ന്ന് 1 പോയാൽ 2 കിട്ടും. അപ്പൊ ഇതിന്റെ അൽജിബ്ര 3n - 1 ആണോ? 3n - 1. ഓക്കെ, ഇവിടെ എങ്ങനെ a + b = ഫസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻസ് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയും ഓർത്തിരിക്കും. എങ്ങനെയാ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം, അപ്പൊ 3n. ഇനി n ന് 1 കൊടുത്താൽ 2 കിട്ടണം. ഇവിടെ n ന് 1 കൊടുത്താൽ എത്ര കിട്ടുക? 3. ആ 3യെ 2 ആക്കണം. അപ്പൊ -1 കൊടുത്താൽ മതി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ a എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, a + b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പൊ a + b = ഫസ്റ്റ് ടേം 2 കിട്ടും. a നെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ 2 - a, പൊതുവ്യത്യാസം 3 ആണ്. അപ്പൊ 2 - 3 -1 എന്ന് കിട്ടും. അപ്പൊ an + b = 3n - 1. ഇനി ഇതാണ് പൊസിഷൻ കാണാനുള്ള ആൾജിബ്ര അല്ലെങ്കിൽ nth ടേം എന്നാണ്. ഇനി ഇതിന്റെ സ്ക്വയർ കാണണം. 3n - 1 the whole square എന്ന് പറഞ്ഞാൽ 2500 ആണ്. അപ്പൊ സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. 2500 എന്തിന്റെ റൂട്ടാ? ലാസ്റ്റ് രണ്ടും 0 ആണ്. അപ്പൊ 0ത്തിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയാണെന്നുള്ളത് കിട്ടി. ഇനി 25ന്റെ റൂട്ട് കണ്ടാൽ മതി. എത്രയാ? 5 ആണ്. അപ്പൊ 50 ആണ്. ഇനി ഈ -1നെ പുറത്ത് കൊണ്ടുവരാം. -1 ഇപ്പുറം വരുമ്പോൾ എന്താവും? +1 ആവും. അപ്പൊ 50 + 1 51. ഇനി n കാണണം. n കാണാൻ 3യെ അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ അത് ഡിവിഷൻ ആവും. അപ്പൊ 51/3 17 എന്ന് കിട്ടും. അപ്പൊ 17ാമത്തെ പദത്തിന്റെ സ്ക്വയർ ആണ് എന്ത്? 2500 എന്ന് പറയുന്നത്. ഓക്കെ.